औज़ुबिल्लाहि मिनश्शैतानिर्रजीम बिस्मिल्लाहिर्रहमानिर्रहीम अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहु। रब्बना हब लना मिन अज़वाजिना व ज़ुर्रियातिना क़ुर्रता अयुनिन वजअलना लिल्मुत्तक़ीना इमामा। സൂറത്തുൽ ഫുർഖാൻ ആയത്ത് നമ്പർ 75. ഇന്നത്തെ ദർസിൻ്റെ വിഷയം ഭാര്യാഭർത്താക്കന്മാരുടെ കടമകളും ഉത്തരവാദിത്തങ്ങളും എന്നതാണ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്യുകയുണ്ടായി: മോമിനീങ്ങളിൽ ഏറ്റവും സമ്പൂർണനായ മോമിൻ ഏറ്റവും ഉത്തമമായ സ്വഭാവ ഗുണങ്ങൾ ഉള്ളവനാണ്. സ്വഭാവ ഗുണങ്ങളിൽ ഏറ്റവും ഉത്തമമായ സ്വഭാവം തൻ്റെ ഭാര്യയോട് മാതൃകാപരമായ നിലയിലുള്ള പെരുമാറ്റമാണ്. തിർമിസി കിതാബുൻ നിക്കാഹ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വാസികളുടെ ഉത്തമമായ സ്വഭാവ ഗുണങ്ങളായി എടുത്തു പറഞ്ഞത് ഭാര്യമാരോടുള്ള സൽപെരുമാറ്റമാണ്. സമാനമായ നിലയിൽ സ്ത്രീകളെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് തൻ്റെ ഭർത്താവ് സന്തോഷവാനും തൃപ്തിപ്പെട്ട നിലയിലും ഉള്ള അവസ്ഥയിൽ ഒരു സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീക്ക് സ്വർഗം ലഭിക്കുമെന്ന് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിരിക്കുന്നു. ഹദ്റത്ത് ഉമ്മ സൽമ റളിയല്ലാഹു തആല അൻഹു ഇപ്രകാരം റിവായത്ത് ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയുണ്ടായി: ഒരു സ്ത്രീ മരണമടയുന്ന വേളയിൽ അവരുടെ ഭർത്താവ് അവരിൽ തൃപ്തിപ്പെട്ട നിലയിലും സന്തോഷവാനുമാണെങ്കിൽ അവൾ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. അതേപോലെ തന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യാഭർത്താക്കന്മാർ അവരുടെ പരസ്പര കടമകളെ സംബന്ധിച്ചും ഉത്തരവാദിത്തങ്ങളെ സംബന്ധിച്ചും വളരെ വ്യക്തമായ നിലയിൽ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയുണ്ടായി: ഭർത്താവ് ഉള്ള സമയത്ത് ഭർത്താവിൻ്റെ അനുമതിയില്ലാതെ ഭാര്യയ്ക്ക് നഫിലായിക്കൊണ്ടുള്ള നോമ്പ് അനുഷ്ഠിക്കാൻ പോലും അനുവാദമുണ്ടായിരിക്കുന്നതല്ല. അതേപോലെ തന്നെ ഭർത്താവിൻ്റെ അനുവാദം കൂടാതെ ആരെയും വീട്ടിലേക്കും പ്രവേശിക്കാൻ പാടുള്ളതല്ല. ബുഖാരി കിതാബുൻ നിക്കാഹ്. ഒരു ഭാര്യ എന്ന നിലയിൽ ഭർത്താവിൻ്റെ എല്ലാ കൽപ്പനകളെയും അനുസരിക്കാൻ സ്ത്രീ ബാധ്യസ്ഥയാണ് എന്നും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയുണ്ടായി: അഥവാ ആർക്കെങ്കിലും സുജൂദ് ചെയ്യാൻ കൽപ്പനയുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഭാര്യമാരോട് ഭർത്താവിനെ സുജൂദ് ചെയ്യാൻ പറഞ്ഞിരുന്നേനെ. തിർമിസി കിതാബുൻ നിക്കാഹ്. ഒരു സ്ത്രീയുടെ നല്ല സ്വഭാവ ഗുണങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇപ്രകാരം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു: ഒരു സ്ത്രീ 5 നേരം നമസ്കാരം അനുഷ്ഠിക്കുകയും റമളാൻ മാസത്തിലെ നോമ്പ് അനുഷ്ഠിക്കുകയും എല്ലാ തെറ്റായ കർമ്മങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുകയും അതോടൊപ്പം ഭർത്താവ് പറയുന്നതനുസരിക്കുകയും അവൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകൾ അവർ ആഗ്രഹിക്കുന്ന കവാടങ്ങളിലൂടെ അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ്. മജ്മു സവായിദ്. സമാനമായ നിലയിൽ ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറാൻ ഭർത്താവിനോട് കൽപ്പിച്ചുകൊണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി ചെയ്തിരിക്കുന്നു. ഹദ്റത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുകയുണ്ടായി: മോമിനായ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ വിശ്വാസിയായ ഭാര്യയോട് ഒരു രീതിയിലുള്ള വെറുപ്പും വിദ്വേഷവും വച്ചു പുലർത്താൻ പാടുള്ളതല്ല. ഹദ്റത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹു റിവായത്ത് ചെയ്യുന്നു, ആളുകളിൽ ഏറ്റവും നിർമ്മലഹൃദയനായ വ്യക്തി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അദ്ദേഹം സാധാരണ ജനങ്ങളെപ്പോലെ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വീട്ടിൽ നിൽക്കുമായിരുന്നു. അദ്ദേഹം ഒരു രീതിയിലുള്ള ഗമയോ ഗർവോ വീട്ടിൽ പ്രകടിപ്പിക്കാറില്ലായിരുന്നു. എപ്പോഴും അദ്ദേഹം പുഞ്ചിരിക്കുമായിരുന്നു. തുടർന്ന് അവർ അരുളി ചെയ്യുന്നു, തൻ്റെ മുഴുവൻ ജീവിതത്തിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും തൻ്റെ ഭാര്യമാരെയോ ജോലിക്കാരെയോ മർദ്ദിച്ചിട്ടില്ല. ഷമായിലെ തിർമിസി. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഹദ്റത്ത് ആയിഷ റളിയല്ലാഹു തആല അൻഹ വീണ്ടും പറയുന്നു, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ ഉണ്ടാകുന്ന സമയം മുഴുവനും
വീട്ടുകാരുടെ സേവനങ്ങളിൽ അദ്ദേഹം മുഴുകിയിരിക്കുമായിരുന്നു. ബാങ്ക് വിളിച്ചാൽ നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പുറപ്പെടുകയും ചെയ്യും. ബുഖാരി കിതാബുൽ അദബ്. ഹദ്റത്ത് മസീഹ മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം അരുളി ചെയ്യുന്നു, സ്ത്രീകൾക്ക് അവകാശങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഇസ്ലാം മതത്തോളം മറ്റൊരു മതങ്ങളും വിട്ടുവീഴ്ച നൽകിയിട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ വലഹുന്ന മിസ്ലുല്ലദി അലൈഹിന്ന സൂറത്തുൽ ബഖറയുടെ 229 വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പുരുഷന്മാർക്ക് എന്തൊക്കെ അവകാശങ്ങളുണ്ടോ സമാനമായ നിലയിൽ സ്ത്രീകൾക്കും പല അവകാശങ്ങളും നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു വ്യക്തിയുടെ ഉന്നതമായ ധാർമ്മിക ഗുണങ്ങളുടെ ആദ്യത്തെ സാക്ഷി എന്നുള്ളത് അവൻ്റെ ഭാര്യ തന്നെയാണ്. അഥവാ ഭാര്യയോട് നല്ല നിലയിലുള്ള ബന്ധമല്ല ഉള്ളതെങ്കിൽ പിന്നെ എങ്ങനെയാണ് അള്ളാഹുവുമായി സുൽഹ് ചെയ്യാൻ സാധിക്കുന്നത്? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്തിരിക്കുന്നു, ഖൈറുക്കും ഖൈറുക്കും ലിഅഹ്ലിഹി, നിങ്ങളിൽ ഏറ്റവും ഉത്തമൻ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നല്ല നിലയിൽ പെരുമാറുന്നവനാണ്. മൽഫുസാത്ത് ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം. ഹദ്റത്ത് ഖലീഫത്തുൽ മസീഹ് അൽ ഖാമിസ് അയ്യദുല്ലാഹു തആല ബിൻ അസീസ് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇസ്ലാമിൻ്റെ വീക്ഷണത്തിൽ ഇപ്രകാരം വിശദീകരിച്ചിരിക്കുന്നു. അദ്ദേഹം അരുളി പറയുന്നു, വിവാഹം എന്നത് ഭാര്യാഭർത്താക്കന്മാർ തമ്മിലുള്ള ഒരു ഉടമ്പടി കരാർ പോലെയാണ്. അതിൽ സ്ത്രീകളോട് നൽകിയിരിക്കുന്ന കൽപ്പന എന്നുള്ളത് അവർ ഭർത്താവിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കുക, കുട്ടികൾക്ക് ശരിയായ സംരക്ഷണം നൽകുക, വീട്ടിലെ ജോലികൾ ചെയ്യുക മുതലായവയാണ്. സമാനമായ നിലയിൽ പുരുഷനും ചില ഉത്തരവാദിത്തങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അതെന്തൊക്കെയാണ്? ഭാര്യയുടെയും കുട്ടികളുടെയും അവരുടെ ആഹാരത്തിനും വസ്ത്രത്തിനുമുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക, അതേപോലെ അവരുടെ മറ്റ് ന്യായമായ ആവശ്യങ്ങളൊക്കെയും തന്നെ പൂർത്തീകരിച്ചു കൊടുക്കുക. ഭാര്യയും ഭർത്താവും ഒന്നു ചേർന്നുകൊണ്ട് കുട്ടികൾക്ക് സുശിക്ഷണം നൽകാൻ പരിശ്രമിക്കേണ്ടതാണ്. ഇത് രണ്ടുപേരുടെയും ഉത്തരവാദിത്തമാണ്. എത്രത്തോളം അവർ ഈ ഉത്തരവാദിത്തങ്ങളും കടമകളും പൂർത്തിയാക്കാൻ പരിശ്രമിക്കുന്നുവോ അത്രത്തോളം മനോഹരമായ ഒരു കുടുംബജീവിതം അവരെ കൊണ്ട് സാധ്യമാകുന്നതാണ്. മറ്റൊരവസരത്തിൽ ഹുസൂർ പറയുന്നു, പരസ്പരമുള്ള ബന്ധം ശക്തമാക്കാൻ വേണ്ടി അവർ ദുആ ചെയ്തുകൊണ്ടേയിരിക്കേണ്ടതാണ്. ഒരാൾ മറ്റൊരാളുടെ ബന്ധുക്കളോട് ആദരപൂർവ്വം ബഹുമാനപൂർവ്വം പെരുമാറേണ്ടതാണ്. ഏതെങ്കിലും കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ എത്ര അടുത്ത ബന്ധു തന്നെയായിരുന്നാലും അവർ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പരസ്പരം ഇരുന്ന് ചർച്ച ചെയ്ത് സ്നേഹത്തോടെ പരിഹാരം കാണാൻ പരിശ്രമിക്കേണ്ടതാണ്. ഹൃദയത്തിൽ എന്തെങ്കിലും വക്രത ഉണ്ടായിത്തീർന്നാൽ പിന്നീട് പരസ്പരം വെറുപ്പും വിദ്വേഷമുണ്ടാവുകയും അങ്ങനെ കുടുംബബന്ധം വിള്ളലിലേക്ക് പോകാനും സാധ്യതയുണ്ട്. ഖുത്ബാത്തെ മസ്റൂർ പറയുന്നു, ഓരോ അഹമ്മദിയും തന്നെ നോക്കേണ്ടത് ഞാൻ വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന അനുസരിച്ചു കൊണ്ടാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ്. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അധ്യാപനങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ, അതിൽ നിന്ന് വിദൂരപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നതെങ്കിൽ, സ്വന്തം അഹങ്കാരത്തിൻ്റെ വലയിൽ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ പിന്നെ യാതൊരു പ്രയോജനവുമില്ല. ഇത്തരം കാര്യങ്ങൾ വിവാഹിതരാകുന്നവരും സ്ത്രീയും പുരുഷനുമെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ തന്നെ രണ്ട് വീട്ടുകാരുടെയും ബന്ധുക്കളും ഈ കാര്യങ്ങളൊക്കെയും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരവസരത്തിൽ ഹുസൂർ തിരുമനസ് പറയുന്നു, അല്ലാഹു തആല പുരുഷന് ചില ഭൗതികമായ ശക്തികൾ നൽകിയിട്ടുണ്ട്. അത് പ്രത്യക്ഷമായ നിലയിൽ തന്നെ അവന് ചില ഉത്തരവാദിത്തങ്ങൾ അധികമായി നൽകിയത് കൊണ്ടാണ്. ആരാധനകളുടെ കാര്യത്തിലും അവർക്ക് സ്ത്രീകളെക്കാൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങളും കടമകളും നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവെന്ന നിലയിലും ഒരു പിതാവെന്ന നിലയിലും പുരുഷന് മേൽ നൽകപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അധികമാണ്. ആ ഉത്തരവാദിത്തങ്ങൾ പൂർണ്ണമായ നിലയിൽ നിർവഹിക്കാൻ പുരുഷൻ ബാധ്യസ്ഥനാണ്. നിങ്ങൾ നന്മയിൽ ചരിക്കുന്നവരാവുകയും തഖ്വ ഉള്ളവരായി തീരുകയും ചെയ്യുകയാണെങ്കിൽ വീടുകളിൽ തങ്ങളുടെ ഭാര്യമാരോടും തങ്ങളുടെ സന്താനങ്ങളോടും തഖ്വയിൽ ചരിക്കാൻ കൽപ്പിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യേണ്ടതാണ്. അതിനായിക്കൊണ്ട് അവർക്ക് മികച്ച മാതൃക കാണിക്കേണ്ടതും ആവശ്യമാണ്. അതിനായിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ സഹായം തേടുകയും അവനോട് കരഞ്ഞ് ദുആ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. നിങ്ങൾ കരഞ്ഞ് വിലപിച്ചുകൊണ്ട് ഈ രീതിയിൽ ദുആ ചെയ്യേണ്ടതാണ്. അള്ളാഹുവേ, നിനക്ക് തൃപ്തിപ്പെട്ട മാർഗത്തിലൂടെ നീ ഞങ്ങളെ ചരിപ്പിക്കണമേ. ഞങ്ങൾ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദി എന്ന നിലയിൽ
ഒരു പിതാവെന്ന നിലയിൽ, ഒരു ഭർത്താവെന്ന നിലയിൽ ശരിയായ നിലയിൽ എൻ്റെ കടമകൾ നിർവഹിക്കാൻ എനിക്ക് തൗഫീക്ക് ലഭിക്കണമേ എന്ന് ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ നിലയിൽ സത്യഹൃദയത്തോടു കൂടി ദുആ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹു ഒരിക്കലും തന്നെ അവരുടെ വീടുകളെ നശിപ്പിക്കുകയില്ല. അത്തരം ഭർത്താക്കന്മാർക്കും അത്തരം ഭാര്യമാർക്കും ഇടയിലുള്ള പ്രശ്നങ്ങളെ അള്ളാഹു ഇല്ലാതാക്കുന്നതാണ്. അത്തരം പുരുഷന്മാരുടെ ഭാര്യമാരിൽ നിന്ന് അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതല്ല, അവരുടെ സന്താനങ്ങളിൽ നിന്ന് അവർക്ക് ചീത്തപ്പേരും ലഭിക്കുന്നതല്ല, മറിച്ച് സ്വർഗീയമായ ഒരു ഭവനാന്തരീക്ഷം അവർക്ക് സംജാതമാക്കാൻ സാധിക്കുന്നതാണ്. ഖുർറത്തെ അയൂൻ കുടുംബജീവിതത്തെ സംബന്ധിച്ച് ഹദ്റത്ത് അമീറുൽ മുഅ്മിനീൻ നൽകിയ നിർദ്ദേശങ്ങൾ, പേജ് നമ്പർ 67-68. അല്ലാഹു തആല ഇസ്ലാമികമായ മാർഗനിർദ്ദേശങ്ങളുടെ വെളിച്ചത്തിൽ അനുഗ്രഹീതമായ നിലയിലുള്ള കുടുംബജീവിതം നയിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.